കൃപ, ഗ്രീൻ കാർഡ് സംബന്ധിച്ച് പുതിയ ഒരു ചർച്ച US-ലും ഇന്ത്യയിലും കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഗ്രീൻ കാർഡ് അപേക്ഷയ്ക്ക് നമ്മളൊരു ബോണ്ട് വെക്കേണ്ടി വരും, ഒരു $100,000 ബോണ്ട് വെക്കേണ്ടി വരും എന്നുള്ളൊരു പുതിയ ചർച്ച. അത് വൈറ്റ് ഹൗസിൽ ഇങ്ങനൊരു ചർച്ച നടക്കുന്നു എന്ന് US മീഡിയയിൽ, പ്രധാനമായിട്ടും വാൾ സ്ട്രീറ്റ് ജേർണലിലാണത് പുറത്തു വന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പറഞ്ഞത് ശരിയാണ്. വാൾ സ്ട്രീറ്റ് ജേർണൽ പുറത്തുവിട്ട ഒരു വാർത്ത ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ചർച്ചകൾ മാത്രമല്ല, ഗ്രീൻ കാർഡ് അപേക്ഷകർ, അത് ഇന്ത്യയിൽ നിന്നുള്ളവരാണെങ്കിലും US-ൽ നിന്നുള്ളവർ ആണെങ്കിൽ പോലും അവർക്ക് ഭയങ്കര ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീൻ കാർഡ് അപേക്ഷകർ $1,00,000 ബോണ്ട് ഏർപ്പെടുത്തണം. അതായത് നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഏതാണ്ട് ഒരു 90 lakhs എബോവ് വരും. അപ്പോൾ അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ആദ്യം ബോണ്ടായിട്ട് തന്നെ നമ്മൾ കെട്ടിവെക്കേണ്ടി വരും. ഈ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശ കോൺസുലേറ്റിൽ പോയി ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾ $1,00,000 ബോണ്ട് കെട്ടിവെക്കുക എന്നാണ്. ഇതുവഴി US ലക്ഷ്യം വെക്കുന്നത്, ഒരു വിദേശി ഒരിക്കലും US-ന് ബാധ്യതയായി തോന്നരുത്, അവർ സാമ്പത്തികമായും നല്ല രീതിയിലുള്ളവരാണെന്ന് ഉറപ്പുവരുത്തുക, ഭാവിയിൽ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നത് തടയുക എന്നൊക്കെയാണ്. അതിനപ്പുറമായിട്ട് കുടിയേറ്റ നിയമത്തിൻ്റെ മറ്റൊരു വശമാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ പക്ഷേ ഇതിനെതിരെ നിയമപരമായി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ചർച്ചകളാണ് ആളുകൾ കാര്യമായിട്ട് നടത്തുന്നതും. എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണിപ്പം. അപ്പോൾ ഇപ്പോൾ ആളുകൾ നോക്കുന്നത് ഇതിനെ എങ്ങനെ നിയമപരമായി നേരിടാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പറയുകയാണെങ്കിൽ, കോൺഗ്രസിൻ്റെ INA സെക്ഷൻ 213 എന്ന് പറയുന്നത് അനുസരിച്ച് ഒരു വ്യക്തിക്ക്, ഇപ്പം ഞാൻ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുകയാണ്, എനിക്ക് സാമ്പത്തികമായിട്ടും വലിയ ഇതില്ല, പണമൊന്നുമില്ല, ഞാൻ ഭാവിയിൽ US സർക്കാരിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയെന്നുണ്ടെങ്കിൽ US സർക്കാരിന് എൻ്റെ മേൽ ബോണ്ട് ഏർപ്പെടുത്താം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ എൻ്റെ മേൽ ബോണ്ട് ഏർപ്പെടുത്താം. അല്ലാതെ ഇപ്പോൾ ഒരു വ്യക്തിയെ വെച്ച് നോക്കിയിട്ട് ആ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ആ രാജ്യത്തിന് മൊത്തമായിട്ട് ബോണ്ട് ഏർപ്പെടുത്താൻ യാതൊരുവിധ അധികാരവും ഇല്ല. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ നിയമത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒന്നായി മാറും. അത് പബ്ലിക് ചാർജ് എന്ന് പറയുന്നത് കോൺഗ്രസ് അതിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പാസ്സാക്കി വെച്ചിട്ടുള്ളതാണ്. കൃത്യമായിട്ട് ഇതിന് ധാരണകളുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വരുന്ന ഒരു നിയമത്തിൻ്റെ കുറിച്ച് വന്നിട്ടുള്ള വാർത്തകൾ, അത് ബ്ലാങ്കറ്റായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഏത് രാജ്യത്തു നിന്നാണെങ്കിലും വരുന്നവർക്കൊക്കെ തന്നെ ബ്ലാങ്കറ്റായിട്ട് ഇത്രയും വലിയൊരു എമൗണ്ട് $100,000 ഒരു ഇതും പോസ് ചെയ്യും, ബോണ്ട് ഇമ്പോസ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് കോൺഗ്രസ് അങ്ങനെ ഇൻറ്റൻറ്റ് ചെയ്തിരുന്നോ? ആ നിയമങ്ങളിൽ പാസ്സാക്കുമ്പോൾ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ കോൺഗ്രസ്സിനുണ്ടായിരുന്നോ എന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നിയമ വിദഗ്ധർ ചോദിക്കുന്നത്. ഇപ്പോൾ പബ്ലിക് ചാർജ് എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടുത്തെ പേര് പറയുന്ന പോലെ തന്നെ അവിടുത്തെ പബ്ലിക്കിന് നമ്മളൊരു ബാധ്യത ആവാൻ പാടില്ല, അവരുടെ ലയബിലിറ്റി ആയിട്ട് നമ്മൾ മാറാൻ പാടില്ല. അങ്ങോട്ട് പോകുന്ന ഇമിഗ്രൻസിന്, അവിടെ ചെന്ന് ചേരുന്ന ആൾക്ക് സ്വന്തമായ അവസ്ഥയിൽ ജീവിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. ഇത് ഇല്ലാത്ത ആളുകളെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുള്ള ക്രൈറ്റീരിയാസ് അവിടെ ആൾറെഡി ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ ഇത് കാറ്റഗറിക്കലി ഒരു വിഭാഗത്തെ നാഷണാലിറ്റി ബേസ് ചെയ്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ബ്ലാങ്കറ്റായിട്ട് ചെയ്യുന്നതിൽ ഉള്ള നിയമ പ്രശ്നങ്ങളാണ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കുറച്ച് രാജ്യങ്ങൾക്ക് വിസ ബാൻ ഉണ്ട്. അപ്പോൾ മെയിനായിട്ടും ഇതിലൂടെ ട്രംപ് ലക്ഷ്യം വെക്കുന്നത് അവരെ ആണെന്ന് തന്നെ പറയാം. കാരണം അവരെ എങ്ങനെയും രാജ്യത്ത് പ്രവേശിപ്പിക്കാതിരിക്കുക. അത് ഏതാണ്ട് 83ഓളം രാജ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്രയും രാജ്യത്തുള്ള ആളുകളെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള, ആദ്യമേ തന്നെ അത് തടയുക എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ നിയമം കൊണ്ട് പറയാം. അതുപോലെ കോൺഗ്രസ് ഒരിക്കലും ലക്ഷ്യം വെച്ചിരുന്നില്ല ഇത് വെച്ച് ഒരു രാജ്യത്തെ മുഴുവനായിട്ട് ട്രംപ് അറ്റാക്ക് ചെയ്യുമെന്നുള്ളത്. ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തി ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ബോണ്ട് ഏർപ്പെടുത്താം, അല്ലാതെ ഒരു രാജ്യത്തിന് ഒരിക്കലും പറ്റില്ല. ഇതിപ്പോൾ ആദ്യമേ നോക്കുകയാണെങ്കിൽ ഒരു പൈലറ്റ് പ്രോഗ്രാമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിലൂടെ ട്രംപ് ലക്ഷ്യം വെച്ച ഏതെങ്കിലും ഒരു രാജ്യത്തെ ആയിരിക്കും ആദ്യം ഇത് ഏർപ്പെടുത്തുന്നത്. ഒന്നെങ്കിൽ അത് ഇന്ത്യ ആകാം, അല്ലെങ്കിൽ കാനഡയോ UK-യോ ഓസ്ട്രേലിയ പോലുള്ള മറ്റേതെങ്കിലും രാജ്യങ്ങളാകാം, അതല്ലെങ്കിൽ മറ്റേ ഹേദികളുണ്ട്, സിറിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആശ്രിത വിസയിൽ വരുന്ന അവരുടെ രാജ്യങ്ങളാകാം. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന്.
ഇതിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടിയേറ്റത്തെ കർക്കശമായിട്ട് നേരിടുക എന്നുള്ള ട്രംപിൻ്റെ നയത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എത്ര കാണാൻ കഴിയും. കാരണം ഈ പബ്ലിക് ചാർജിൽ തന്നെ അത് കൃത്യമായിട്ട് അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളും കൃത്യമായിട്ടുള്ള ചട്ടങ്ങളും ഉണ്ട്. അത് വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നതാണ്. വെറുതെ ഒന്നും ആളുകൾക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല, ഒരു തരത്തിലുള്ള വകുപ്പ് ഇല്ലാതെ. ഇതിൽ കുറച്ചൊക്കെ ഉദ്യോഗസ്ഥൻ്റെ, ഈ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ്റെ ഡിസ്ക്രിപ്ഷനും വിധേയമാണ്. കാരണം ഈ വരുന്ന ആൾക്ക് നല്ല വൈദഗ്ധ്യമുണ്ട്, നല്ല വൈദഗ്ധ്യമുള്ള ഒരാളാണ്, നല്ല ഹെൽത്തി ആയ ഒരാളാണ്. അയാൾ ഇങ്ങോട്ട് കുടിയേറിയാൽ യു എസിൽ വന്നിട്ട് യു എസിന് സപ്പോർട്ടാവും, അയാളൊരു മുതൽക്കൂട്ടാവും എന്ന് ഇങ്ങർക്ക് ഈ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന് തോന്നുന്നതാണ്. പക്ഷേ സ്റ്റിൽ അയാൾക്ക് വലിയ സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഈ വൈദഗ്ധ്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഹെൽത്തിയാണ്, വൈദഗ്ധ്യമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന് തീരുമാനിക്കാം, ശരി നിങ്ങളൊരു ബോണ്ട് വെച്ചിട്ട് അങ്ങോട്ട് കയറിക്കോളൂ, തിരിച്ചു കിട്ടുന്നൊരു ബോണ്ട് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് കയറിക്കോളൂ, ഇങ്ങനൊരു തീരുമാനം എടുക്കാം. അപ്പോൾ ഇത് വളരെ ലോജിക്കലാണ്, കൃത്യമായിട്ട് ലോജിക്കലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം ഉപയോഗിച്ചിട്ട് അയാൾക്ക് കൃത്യമായിട്ട് അവിടെ ജീവിക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥന് സംശയം ഇല്ലാണ്ടിരുന്നാൽ മതി. ഇങ്ങനത്തെ ലോജിക്കുകൾ വെച്ചിട്ടാണ്, ഇങ്ങനത്തെ യുക്തികളും ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ നിയമങ്ങളുടെ ഒരു നടപ്പാക്കൽ വളരെ കാര്യക്ഷമമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മറികടന്നിട്ട് വളരെ യുക്തിരഹിതമായിട്ട് നാഷണാലിറ്റി ബേസ് ചെയ്തിട്ട് പുറത്തുള്ള ആര് കടക്കുമ്പോഴും നിങ്ങൾ ബോണ്ട് വെക്കണം എന്ന് പറയുമ്പോൾ അതിൽ വലിയ യുക്തിരാഹിത്യമുണ്ട്, നിയമപരമായിട്ടുള്ള യുക്തിരാഹിത്യമുണ്ട്. അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഒരു സ്പോൺസർ ചെയ്യുന്ന ആൾ അവിടെ വെക്കേണ്ട ചില രേഖകളുണ്ട്. അയാളുടെ സാമ്പത്തിക നില എത്രത്തോളം എന്നത് ഈ വരുന്ന ആളെ കൂട്ടിയിട്ട് അയാളുടെ കുടുംബത്തിലെ ഒരു 125% അധികം അയാളുടെ വരുമാനം അവിടെ ഉണ്ടായിരിക്കണം. അത്രയും സ്ട്രോങ് ആയിട്ട് ബേസുള്ള ഒരാളെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് അയാൾ അഫിഡവിറ്റ് ഓഫ് സപ്പോർട്ട് വെക്കണം. അങ്ങനത്തെ കുറേ ഡോക്യുമെൻറ്റ്സ് വെച്ച് അയാൾ ഫെഡറൽ പോവർട്ടി ഗൈഡ് ലൈൻസിൻ്റെ മുകളിലാണ്, ഇത്ര % ഞാൻ മുകളിലാണ് എന്ന കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് വെക്കണം. ഇത് വെച്ചതിന് ശേഷം മാത്രമേ ഒരാളെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കർക്കശമാണ് ഇപ്പോൾ ഉള്ളത്, തന്നെ വളരെ കർക്കശമായിട്ടുള്ള നിയമങ്ങളാണ്. അത് ഒരിക്കലും വരുന്ന ആളുകളെ തടയാൻ വേണ്ടിയിട്ടല്ല, വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ സേഫായിട്ട്, നിങ്ങൾ ഹെൽത്തിയാണ്, നിങ്ങൾ യു എസിൽ ജീവിക്കാൻ പ്രാപ്തനാണ് എന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർത്താണ്. ഇപ്പം മെയ് മാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോളിസി മെമ്മോ വന്നിരുന്നു. അതായത് നേരത്തെ നമുക്ക് സ്റ്റേറ്റസ് മാറ്റാനും അപേക്ഷിക്കാനും ഒക്കെ യു എസിലിരുന്നുകൊണ്ട് തന്നെ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഇത് നോക്കുവാണെങ്കിൽ അവർ പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ ഞാൻ ഇന്ത്യക്കാരി ആയതുകൊണ്ട് എൻ്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഇവിടുത്തെ എംബസി വഴി ആയിരിക്കണം അപേക്ഷിക്കുന്നത്. അപ്പം ഇത് വേറൊരു പ്ലാനിങ് കൂടെയല്ലേ? അതായത് കുറഞ്ഞ സാമ്പത്തികത്തിൽ നിൽക്കുന്ന എല്ലാവരെയും നാട്ടിൽ പറഞ്ഞു വിടുക, അവിടുന്ന് ഈ ബോണ്ട് വെക്കുക. അപ്പം ഈ ബോണ്ട് വെക്കാൻ പ്രാപ്തിയില്ലെങ്കിൽ അങ്ങോട്ട് കയറ്റാതിരിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യവും എനിക്ക് തോന്നുന്നുണ്ടെന്ന്. അതൊക്കെ തന്നെ സാധ്യതകൾ, പല സാധ്യതകൾ. അതിന് ട്രംപിൻ്റെ ഒരു സമീപനം നമുക്കറിയാം. ഏതു തന്നെ കുടിയേറ്റം ഇല്ലാതാക്കുക, കുടിയേറ്റത്തിൻ്റെ വളരെ ക്രീമി ലെയറിൽ നിൽക്കുന്ന ആളുകൾ മാത്രം കുടിയേറുക, ആ തരത്തിലാണ്. കുടിയേറ്റം ഇല്ലാതാക്കുന്നല്ല വിചാരിക്കുന്നത്. ക്രീമി ലെയറിൽ നിൽക്കുന്ന ആളുകൾ, വലിയ വലിയ വമ്പൻ ബിസിനസ്സുകാർ, ആ തരത്തിലുള്ള കുടിയേറ്റത്തിൻ്റെ സ്വഭാവം മാറ്റുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പല പദ്ധതികളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ H-1B വിസ, അത് സംബന്ധിച്ചും ഇതുപോലെ $1 ലക്ഷം ഫീസ് ഏർപ്പെടുത്തിയിരുന്നു. അതും സ്റ്റേ ചെയ്തിരുന്നു, കോടതി സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ കോടതി പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കോൺഗ്രസ് ആണ് അവിടെ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നതും നികുതി ആയാലും പണം ചുമത്താനായാലും എല്ലാ അധികാരവും ഉള്ളത് കോൺഗ്രസിനാണ്. അപ്പോൾ ഇതൊരു നിയമമായിട്ട് വെച്ചാൽ തന്നെ ഇപ്പോൾ ആരെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യാവകാശ സംഘടനകളോ കുറച്ച് വ്യക്തികളോ ഒരുമിച്ച് ഇത് കോടതിയിൽ പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഇതിനെ സ്റ്റേ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ അഭിഭാഷകരും പറയുന്നുണ്ട്. അപ്പം ഇത് കോടതിയിൽ ഇത് നിലനിൽക്കില്ല, കാരണം കോൺഗ്രസ് അല്ലല്ലോ നിയമം ചുമത്തിയത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു നിയമപ്രകാരം ഒരു വ്യക്തിക്ക് മാത്രം നികുതി ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ ബോണ്ട് ഏർപ്പെടുത്താനുള്ള അധികാരം മാത്രമേ കോൺഗ്രസ് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇതൊരു രാജ്യത്തിന് മൊത്തമായിട്ടാണ്. അപ്പോൾ കോടതി പോയാലും ഇത് വലിയ രീതിയിൽ നിലനിൽക്കില്ല, വീണ്ടും അത് സ്റ്റേ ആയി മുന്നോട്ട് പോയി സുപ്രീം കോടതിയിൽ വരെ എത്തുന്ന രീതിയിലേക്ക് മാറിപ്പോകുമെന്ന് തന്നെ നമുക്ക് പറയാം.
ഇത് തന്നെയാണ് ഈ പബ്ലിക് ചാർജ് എന്ന് പറയുന്ന നിയമവ്യവസ്ഥയുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു, കോൺഗ്രസ് ഇത് പാസ്സാക്കുമ്പോഴുണ്ടായിരുന്ന ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ $1 lakh മുമ്പ് $1 lakh മുമ്പ് ഫീസ് ഏർപ്പെടുത്തി. ഫീസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ എമൗണ്ട് വാങ്ങാൻ പറ്റില്ല എന്നാണ് കോർട്ട് പറഞ്ഞത്. അതായത് ഒരു ഫീസാകുമ്പോൾ നിങ്ങൾ അതിനുള്ള തിരിച്ചങ്ങോട്ട് ഒരു സേവനം കൊടുത്തിരിക്കണം. ആ സേവനവും ആ ഫീസും തമ്മിൽ ഒരു അനുപാതം വേണം. അത് കൂടാനോ കുറയാനോ ഒന്നും പാടില്ല. ആവശ്യമായിട്ടുള്ള സേവനത്തിന് കൊടുത്ത സേവനത്തിന് ആനുപാതികമായിട്ടുള്ള ഇത് വേണം തിരിച്ചു കൊടുക്കാൻ. ഇത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. $1 lakh സേവനം നിങ്ങൾ കൊടുത്തിട്ടില്ല. ഇതാണ് ഫീസായിട്ട് നിങ്ങൾക്കത് വാങ്ങാൻ കഴിയില്ല. അപ്പോൾ ഫീസായിട്ട് വാങ്ങാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആ എമൗണ്ട് വാങ്ങി, ഇത്ര വലിയ എമൗണ്ട് വാങ്ങി? അത് നികുതിയായിട്ട് കണക്കാക്കാൻ പറ്റും. അങ്ങനെ ഒരു താരിഫ് നിങ്ങൾക്ക് ഏർപ്പെടുത്താൻ പറ്റില്ല. അത്ര വലിയൊരു നികുതി ഇവരുടെ മേലെ, ഈ വരുന്നവരുടെ മേലെ ചുമത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കോർട്ട് അത് ഇപ്പം മാറ്റി വെച്ചിട്ടുള്ളത്, സ്റ്റേ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്നത് ഇത് ഫീസല്ല, ഇത് ബോണ്ടാണ്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ഒരു ലീഗൽ ഇഷ്യൂ ആയിട്ട് ഉയർന്നു വരും. പബ്ലിക് ചാർജിനകത്ത് ഈ തരത്തിൽ നിങ്ങൾക്ക് ബോണ്ട് ഏർപ്പെടുത്താൻ പറ്റുമോ? ബ്ലാങ്കറ്റ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും, എല്ലാ നാഷണാലിറ്റീസിനെ ഒരുമിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻഡിവിജ്വലായിട്ട്, ഇപ്പോൾ പബ്ലിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലാണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടേക്ക് എത്താനുള്ള ശേഷി, അവിടെ നിൽക്കാനുള്ള ശേഷി എന്താണെന്ന് പരിശോധിക്കുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ അതൊന്നും പരിശോധിക്കാതെ ഒരു പുറത്തുനിന്നുള്ള ഒരു രാജ്യത്ത് നിന്ന് വരുന്ന എല്ലാവർക്കും ബോണ്ട് എന്ന് പറയുന്നത് ഈ പബ്ലിക് ചാർജ് നിയമത്തിൻ്റെ ഇൻറ്റൻഷനായിരുന്നു. ഇതാണ് പ്രശ്നം. ഇത് കോർട്ടിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. ഇത് നിൽക്കാനുള്ള സാധ്യതയും നമുക്ക് സംശയിക്കാവുന്നതാണ്. അതുപോലെ വേറെ ഒരു ഇതുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആക്ട് APA. ഇത് പ്രകാരം ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ കുറേ മാനദണ്ഡങ്ങൾ പാലിക്കണം. അതായത് ഒന്ന്, പൊതുജനങ്ങളുടെ അഭിപ്രായം തേടണം. അതുപോലെ കൃത്യമായിട്ടാണോ, അതിനുള്ള കാരണങ്ങൾ എന്താണെന്നൊക്കെ ഭരണകൂടം കോടതിക്ക് മുന്നിൽ തെളിയിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇതിനകത്ത് അന്യായം ഒന്നും നടത്തിയിട്ടില്ല, ഇത് കൃത്യമാണ്, ഇങ്ങനെ അവരുടെ ഉദ്ദേശം ശരിയാണ്, ഈ രാജ്യത്തിലുള്ള വ്യക്തികൾ ഞങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് തെളിയിക്കേണ്ട കടമയൊക്കെ ട്രംപ് ഭരണകൂടത്തിനുണ്ട്. അപ്പോൾ ഇതൊക്കെ കോടതി ചോദ്യം ചെയ്യാനും ഇത് സ്റ്റേ ചെയ്യാനുമുള്ള സാധ്യതകളാണ് കാണിക്കുന്നത്. ഇനി അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ കാർഡ് അപേക്ഷകരുടെ പ്രോസസ്സിങ് സമയത്ത് തന്നെ ഇവരുടെ സാമ്പത്തിക കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ തൊഴിലും എല്ലാം നമ്മൾ പരിശോധിക്കും. അപ്പോൾ ഈ ബോണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ആവശ്യമില്ലാത്ത ഒന്നാണ്. കാരണം വളരെ കർക്കശമായിട്ടുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാവാറില്ല. ഇവിടുന്ന് പോകുന്ന ആളുകൾ, ഇവിടുന്ന് അല്ല എവിടുന്നാണെങ്കിലും യുഎസിലേക്ക് പോകുന്ന ആളുകൾ ഈ കർക്കശമായിട്ടുള്ള പരിശോധനകൾ കടന്നു തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഈ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും കുറവ് പറഞ്ഞുകൊണ്ട് പുതിയൊരു വ്യവസ്ഥ കൊണ്ടുവരാൻ ട്രംപിന് ഏതായാലും കഴിയില്ല. കാരണം അത് നിയമപരമായിട്ട് അതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും, കോർട്ടിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇന്ന വീഴ്ചകളുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഇത് എന്താണെങ്കിലും കോർട്ടിൽ കാര്യമായിട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതുപോലെ അമേരിക്കയുടെ ഈക്വൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പം അതിൻ്റെ തത്വങ്ങൾക്കെതിരാണ് ഇങ്ങനൊരു നിയമം. അതായത് എല്ലാ രാജ്യക്കാരും തുല്യരാണെന്ന് പറയുമ്പോഴും ഒരു പ്രത്യേക രാജ്യത്തിനെതിരെ അവരെ ഒരു സാമ്പത്തികമായി പുറകിലോട്ടാണ് അല്ലെങ്കിൽ യുഎസിന് ബാധ്യതയാണെന്ന് പറഞ്ഞ് ഇത്തരം ഒരു നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ യുഎസിൻ്റെ തന്നെ പണ്ടുണ്ടാക്കി വെച്ചിരുന്ന നിയമത്തിന് തന്നെ അല്ലെങ്കിൽ അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് തന്നെ എതിരാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് പറയാം എന്തായാലും ഇതൊരു നിർദ്ദേശം മാത്രമായി ഒതുങ്ങിപ്പോകും. ചിലപ്പം ഇത് ഒരു പോളിസി മെമ്മോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മോ വഴിയൊക്കെ ഇത് അവതരിപ്പിക്കാം. പക്ഷേ ഇതിനെതിരെ ആൾക്കാർ മുന്നോട്ട് വരികയും അല്ലെങ്കിൽ ഇപ്പം തന്നെ US ഗവൺമെൻറ്റിന് മനസ്സിലാക്കാം ഇത് ചർച്ചകൾ നടക്കുന്നുണ്ട്, അപ്പോൾ ഇത് അവതരിപ്പിച്ചുകൊണ്ട് കാര്യമില്ല, ഇത്തരം വശങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് നിർദ്ദേശം മാത്രമായി അങ്ങ് പോകാനും സാധ്യതയുണ്ട്.